കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ആരോടോ നഴ്സറി കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പോലും അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കാനും പറ്റുന്നില്ല, അങ്ങോട്ട് പോകാനും പറ്റുന്നില്ലെന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുക. ഈ പനി വെച്ചോണ്ട് എങ്ങനെയാ പോവാ? പോയില്ലെങ്കി കൊടുത്ത വാക്ക് തെറ്റിക്കുന്ന പോലല്ലേ മോളെ. പോയ അച്ഛന്റെ ആരോഗ്യം മോശാവില്ലേ? അത് കുഴപ്പമില്ല, പക്ഷെ കൊടുത്ത വാക്ക് പാലിച്ചേ പറ്റൂ. അച്ഛന്റെ ആരോഗ്യത്തിനേക്കാളും വലുത് കൊടുത്ത വാക്ക് പാലിക്കുന്നതാണോ അച്ഛാ? ആത്മാഭിമാനം അല്ലേ മോളെ വലുത്. എന്തായി പറയുന്നേ? അപ്പൊ പണമല്ലേ? എന്താ തമാശയാണോ? എന്നാ അച്ഛനെ പറഞ്ഞു മനസ്സിലാക്ക്, അല്ലെങ്കിൽ അച്ഛന് പകരം മോള് പൊയ്ക്കോ. നമ്മുടെ നഴ്സറി തന്നെയല്ലേ, ഞാനിപ്പൊ അങ്ങോട്ട് തന്നെ പോകുന്നേ. നമ്മുടെ നഴ്സറിയിലേക്കല്ല മോളെ, വേണുഗോപാൽ സാറിന്റെ നഴ്സറിയാ. അവിടെ എന്തിനാ പോകുന്നേ? നമ്മുടെ നഴ്സറിയിൽ ഇല്ലാത്ത പൂവ് അവിടുന്ന് വാങ്ങിക്കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നേ. നീ പോയി നഴ്സറി കാണിച്ചു കൊടുത്താൽ മാത്രം മതി. അത്രയല്ലേ ഉള്ളൂ. ആ നഴ്സറി എനിക്കറിയാം, ഞാൻ പോയി കാണിച്ചു കൊടുത്തോളാം. ഇനി വാക്ക് മാറ്റി പറയില്ലല്ലോ. ഞാൻ എന്റെ അച്ഛന്റെ മോളല്ലേ അമ്മേ, ഞാൻ എന്തിനാ അങ്ങനെ വാക്ക് മാറ്റുന്നേ? ആ സത്യം ചെയ്യ. അപ്പൊ അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലേ? ഒരു സത്യമല്ലേ മോളെ, ചെയ്തേക്ക്. നിങ്ങള് രണ്ടുപേരും കൂടെ ചേർന്ന് പ്ലാനിംഗ് ഒന്നും ചെയ്യുമല്ലോ? ഓ അത്രയ്ക്ക് സംശയമാണെങ്കിൽ സത്യം ചെയ്യൊന്നും വേണ്ട. അച്ഛന്റെ പ്രശ്നം അച്ഛൻ തന്നെ തീർത്തോട്ടെ. അയ്യോ അച്ഛാ, ഞാനെന്തിനാ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നേ? എണീറ്റോളൂ. ഞാൻ തന്നെ പൊക്കോളാം. താങ്ക് യു മോളെ. പാർട്ടി എവിടെ വെച്ചാ മീറ്റ് ചെയ്യണ്ടേ? അനശ്വര നഗറില്. പോയിട്ട് വരാം. അച്ഛനെ നോക്കിക്കോണേ അമ്മേ. അല്ല, പാർട്ടി ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. നിനക്കറിയാവുന്ന ആളാ. ആര്? നിനക്ക് വരാൻ പോകുന്ന ആള്. ആരാ? അത് നമ്മുടെ അഭിറാം. ഓ, അദ്ദേഹമാണോ? അദ്ദേഹോ? അവൻ തന്നെയാ. അമ്മേ, എനിക്കൊന്നും അറിയില്ല, നിന്റെ അച്ഛൻ തന്നെയാ പറഞ്ഞേ. അച്ഛാ, എനിക്ക് ആദ്യമേ തോന്നിയതാ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്തോ പ്ലാൻ ചെയ്യുവാന്ന്. സത്യം ചെയ്തതാ, ഇനി തെറ്റിക്കാൻ പാടില്ല. രണ്ടുപേരും കൂടെ ചേർന്ന് നാടകം കളിക്കാണല്ലേ? എന്നിട്ട് എന്നെ അതിൽ പെടുത്തിയില്ലേ? അയ്യോ അല്ല മോളെ, എനിക്ക് സത്യമായിട്ട് നല്ല പനിയുണ്ട്. പ്ലീസ് ഒരു ചെറിയ സഹായം ചെയ്യേ. സത്യം ചെയ്തു പോയില്ലേ, മാറ്റാൻ പറ്റുമോ? പോയിട്ട് വരാം. ബൈ ബൈ. ബൈ ബൈ മോളെ. പ്ലാനിങ് ആണല്ലേ, വച്ചിട്ടുണ്ട് രണ്ടുപേർക്കും. സൂപ്പർ ആയിരുന്നില്ലേ? എന്താ ഇത്? അദ്ദേഹമാണ് പാർട്ടിന്ന് മുൻപേ അറിയായിരുന്നെങ്കിൽ ഞാൻ സത്യം ചെയ്യില്ലായിരുന്നു. സൈലന്റ് ആയിട്ട് പോയിട്ടിങ്ങി വരണം. മൂർത്തി സാറ് ഇവിടെയാണോ വരാൻ പറഞ്ഞത്? അതെ സാർ,
സാറിന്റെ അമ്മാവൻ ഇവിടേക്ക് തന്നെ വരാൻ പറഞ്ഞിരുന്നത്. ടൈം ഒരുപാടായല്ലോ. ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. ആഹാ. സാർ, സാറിന്റെ അമ്മാവൻ വരുന്നതിന് പകരം നമ്മുടെ മാഡം വരുന്നത് നോക്കൂ. നമസ്കാരം മാഡം. അച്ഛൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് മാഡം വന്നിരിക്കുന്നു. അച്ഛന് പെട്ടെന്നൊരു പനി. അയ്യോ, രാവിലെ സംസാരിച്ചപ്പോ കുഴപ്പമില്ലായിരുന്നു. അറിയില്ല, പെട്ടെന്ന് പനി വന്നത്. സാർ, ഇപ്പൊ എന്താ ചെയ്യാ? നഴ്സറി പ്രോഗ്രാം നാളത്തേക്കാക്കിയാലോ? ഏയ് അല്ല, വേണ്ട വേണ്ട. നഴ്സറി കാണിക്കാൻ വേണ്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെയാണോ മാഡം? ഞാൻ കരുതിയത് മാഡം സാറിനെ കാണാൻ വേണ്ടി വന്നതായിരിക്കും എന്നാ. അങ്ങോട്ട് പോയാലോ? മാഡം മാഡം ഒരു മിനിറ്റ്. മാഡം കാറിൽ പൊയ്ക്കോളൂ. സ്കൂട്ടർ അത് ഞാൻ കൊണ്ടുവന്നോളൂ. ആ കീ ഇങ്ങ് തരൂ. അത് വേണ്ട, ഞാൻ തന്നെ ഓടിച്ചോളാം. എന്താ മാഡം ഇത്? സാറിന്റെ അരികിലിരിക്കേണ്ടത് നിങ്ങളാണ്, ഞാനല്ല. അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ എന്തിനാ ഇരിക്കുന്നത്? അങ്ങനെ എന്തിനാ പറയുന്നേ? കല്യാണത്തിന് എന്തായാലും മണ്ഡപത്തില് സാറിന്റെ അരികിൽ തന്നെ ഇരിക്കേണ്ടതല്ലേ? അതിനിപ്പോഴേ പ്രാക്ടീസ് ചെയ്യാനാണോ പറയുന്നത്? മാഡം നന്നായി ജോക്കൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ പോയിക്കോളൂ ബോബി സർ, ഞാൻ എന്റെ സ്കൂട്ടി ഓടിച്ചോണ്ട് വന്നോളാം. AC കാറുള്ളപ്പോ എന്തിനാ മേഡം ഈ സ്കൂട്ടിയിലൊക്കെ യാത്ര ചെയ്യുന്നത്? വെക്കോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കാറിൽ വരില്ല. അല്ലല്ല, 3 പേര് പോയാ പോകുന്ന കാര്യം നടക്കില്ല എന്ന് പറയും. നമ്മൾ എന്താ ഇപ്പൊ പെണ്ണ് കാണാനാണോ പോവാൻ പോകുന്നത്? പൂക്കള് നോക്കാൻ വേണ്ടിയല്ലേ പോകുന്നത്? പെണ്ണ് കണ്ട് നിശ്ചയം കഴിഞ്ഞ് ഉടൻ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന നിങ്ങള് ഒരുമിച്ച് പൂ കാണാൻ പോകുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് മേഡം. ബോബി സർ, നിങ്ങൾ കാറിലാ പോകുന്നേ. കീങ് തന്നെ, വണ്ടിയൊക്കെ ഞാൻ കൊണ്ടുവയ്ക്കോളാം. വേഗം ചെന്ന് കാറിൽ കയറിക്കോ. അല്ല ബോബി, നിങ്ങളെങ്ങോട്ടാ? വീട്ടിലേക്കാ സാർ. അല്ല, നഴ്സറിയിൽ പോകണ്ടേ? അത് മാഡവും സാറും കൂടെ പോയാ മതി. ഏയ് ബോബി, നിക്കേ ബോബി.
റൂട്ട് എങ്ങോട്ടാണെന്ന് പറയും. 2 കിലോമീറ്റർ സ്ട്രെയിറ്റ് ആയിട്ട് പോയിട്ട് അവിടുന്ന് ലെഫ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞൊരു റൈറ്റ് എടുക്കണം. അത് കഴിഞ്ഞ് യൂ ടേൺ എടുത്ത് ഒരു മിനിറ്റ്, ലെഫ്റ്റ് എത്തിയിട്ട് പറഞ്ഞാൽ മതി. ഐ ആം സോറി. സോറി. എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഉടനെ ഒരു സോറി അങ്ങ് പറയും. ഇതൊരു ശീലമായിട്ട് വെച്ചിരിക്കുകയാന്ന് തോന്നുന്നു. ആ വെച്ചോ. ഭാസ്കർ, ഭാസ്കർ, എന്താ അച്ഛാ? അഭി എവിടെ? അവൻ എന്താ ഏട്ടാ? ഈ മാസം 15-ാം തീയതി മുതൽ 20-ാം തീയതി വരെയും നല്ല ദിവസം ഉണ്ടെന്ന്. എന്ന് വേണമെങ്കിലും കല്യാണം നടത്താവുന്ന ജോത്സ്യം ഫോൺ ചെയ്ത് പറഞ്ഞു. അത് ശരി, അഭി എവിടെ? ഏട്ടൻ ഈവനിന്റെ കാര്യമായിട്ട് പോയിരിക്കാച്ചാ. 15 മുതൽ 20 വരെ ഒരു ഈവന്റ് ഏറ്റെടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നില്ല അവനോട്? ഓൾറെഡി അഭി കുറച്ച് ഈവന്റ്സ് ഒക്കെ ഏറ്റിരിക്കാച്ചാ. ക്യാൻസൽ ചെയ്യാൻ പറ അവനോട്. അതല്ലെങ്കിൽ നമുക്ക് പേരുദോഷം വരാതെ വേറെ ആർക്കെങ്കിലും ആ ഈവന്റ് ഏർപ്പാടാക്കാൻ പറ. അതല്ല എന്തിനാച്ചാ, ഞാൻ നോക്കുമല്ലോ. നീ ഈ വീട്ടിലെ മൂത്ത കുട്ടിയല്ലേടാ. വീട്ടിലെ ഈവന്റ് നോക്കാതെ വെളിയിൽ പോയി വേറെ നോക്കാവുന്നോ? അയ്യോ, ഇവിടെ ഇപ്പോ അനിയന്മാരുടെ കല്യാണം നോക്കി നടത്തേണ്ടത് നീയല്ലേ? ആ ശരി അച്ഛാ. ജയന്തി, നമുക്ക് സമയമില്ല. ഇതിപ്പോ 1 വരെ 2 കല്യാണം. ഉടനെ ഷോപ്പിംഗ് ആരംഭിക്കണം. തുണി, സ്വർണം ഇതെല്ലാം നീ തന്നെ നോക്കിയെടുക്കണം. കാശിന്റെ കാര്യത്തിൽ പിശുക്കേ വേണ്ട. സംസ്കൃതി ഈവന്റുകാരുടെ വീട്ടിലെ കല്യാണം ഈ നാട് മുഴുവൻ ആശ്ചര്യത്തോടെ നോക്കണം. ഇത്ര ആഡംബരമായിട്ടൊരു കല്യാണം അബിക്ക് ഇഷ്ടപ്പെടുവോന്നറിയില്ല. അവൻ അങ്ങനെയല്ലേ പറയൂ ജയന്തി. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഈ 2 കല്യാണത്തെയും പറ്റി ആളുകൾ പുകഴ്ത്തി സംസാരിക്കണം. ഇതുപോലെ ആ സമയത്ത് എന്റെ കാര്യം ഒന്ന് ആലോചിച്ചിരുന്നെങ്കിലോ? എന്റെ ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെ ആക്കിയില്ലേ? അഖിൽ, നീ അമ്മയോടൊപ്പം ഷോപ്പിങ്ങിന് കൂട്ടുപോണം. പെണ്ണിന്റെ വീട്ടിലേക്ക് കല്യാണ സാരി കൊടുത്തേക്കണം. സാരികളെല്ലാം വളരെ നന്നായിരിക്കണം. ഭാസ്കർ, ഭാവനെ, നിങ്ങൾ മറ്റു കാര്യങ്ങൾ നോക്കിക്കോ. ശരി അച്ഛാ. എന്താ മോളെ ഭാവനെ, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇത് നിന്റെ അനിയന്മാരുടെ കല്യാണമല്ലേ? അവളെ വായടപ്പിച്ചേക്കല്ലേ, പിന്നെ അവൾ എന്തു പറയാനാ? അച്ഛനും അമ്മയും എന്തു പറയുന്ന അതുപോലെ ചെയ്യാം. അതല്ല മോളെ, നീ ഈ വീട്ടിലെ മൂത്ത മരുമോളാ. ഈ അമ്മ കഴിഞ്ഞാൽ പിന്നെ നീയല്ലേ ഇവിടുത്തെ എല്ലാം. അപ്പൊ ഞാനാരാ? ഞാൻ ഈ വീട്ടിലുള്ളവളല്ലേ? നിന്റെ ഇളയമ്മ സുമംഗലയുണ്ട്. എല്ലാ ജോലിയും അവൾക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. വീണ്ടും എന്നൊരു കല്യാണം കഴിപ്പിച്ചിരുന്നെങ്കിൽ ഈ ജോലിയൊക്കെ ഞാനും ചെയ്യില്ലായിരുന്നോ? എന്താ ചെയ്യണ്ടേന്ന് അച്ഛനും അമ്മയും പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്തു ചെയ്യണമെന്ന് ഞങ്ങൾ പറയണോ? നിനക്കറിയില്ല? നിങ്ങൾ മുതിർന്നവരാ,
നിങ്ങളുടെ അനുഭവത്തില് എല്ലാം ചിന്തിച്ചേ ചെയ്യൂ. നിങ്ങൾ പറയുന്നത് പോലെ ചെയ്താ ഒരു കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാവത്തില്ല. എല്ലാം നന്നായിരിക്കും. എന്താ ഇത്? എല്ലാരും വലിയ ആശ്ചര്യത്തോടു കൂടി ഭാവനെ നോക്കുന്നത്. ആര് നോക്കിയാലും ഏട്ടത്തിങ്ങനെ നോക്കാൻ പാടില്ല. ഇവര് തമ്മിൽ ഒരുമിച്ച എന്റെ കാര്യം പ്രശ്നത്തിലാകും. മോളെ ഭാവനെ, ഒരു കാര്യം നീ ഓർമ്മ വെച്ചോ. നടക്കാൻ പോകുന്നത് നിന്റെ അനിയന്മാരുടെ കല്യാണമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. അല്ല, നിന്റെ സഹോദരങ്ങളുടെ കല്യാണം. ഈ വീട്ടിലെ മകളും മരുമകളും ഒക്കെ നീ മാത്രമാ. ആരെന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിലെ നിന്റെ സ്ഥാനവും അത് തന്നെയാ. അയ്യോ, ഞാൻ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഇങ്ങനൊരു ശുഭകാര്യം നിങ്ങളെപ്പോലുള്ള മുതിർന്നവരുടെ തീരുമാനത്തിന് നടന്ന നന്നായിരിക്കും. അതാ. ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്കിയല്ലോ ഭാവനെ. വളരെ സന്തോഷം. ഇനി ഷോപ്പിങ്ങും കല്യാണ ഒരുക്കങ്ങളും തുടങ്ങാം. എനിക്ക് വെറുതെ പട്ടുസാരി ആഭരണങ്ങളൊക്കെ വാങ്ങി കാശ് കളയാൻ നിൽക്കണ്ട ഏട്ടാ. എനിക്ക് അതൊന്നും ഇഷ്ടേ അല്ല. നിനക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടോ സുമംഗലേ? അപ്പൊ അതിനർത്ഥം എനിക്കിതൊന്നും വാങ്ങില്ലെന്നാണോ? ഇവിടെ നിർത്ത്. ഇവിടെ നിർത്തിയാൽ മതി. ഇവിടെയോ? ഇവിടം വരെ വണ്ടി വരൂ. കാർ അങ്ങോട്ട് പോവില്ല. നടന്നു തന്നെ പോകണം. വരൂ. എന്താ ഏട്ടാ ഒരു വിഷമമുള്ളത് പോലെ തോന്നുന്നു? ശരിക്കും നിങ്ങക്ക് പനിയൊന്നും വന്നില്ലല്ലോ അല്ലേ? വരുന്നത് പോലുണ്ട്. അതിനിപ്പോ എന്താ പറ്റിയേ? വേണുഗോപാൽ സാറിന്റെ നഴ്സറി നമ്മുടേതുപോലെ റോഡ് സൈഡിലല്ല, വയലിന്റെ നടുവിലേക്ക് നടന്നു തന്നെ പോണം. അതിനെന്താ പ്രശ്നം? അഭിമോനും നമ്മുടെ മോളും ആ വഴിയിലൂടെ എങ്ങനെ നടന്നു പോവും? അവരെന്താ നടക്കാൻ അറിയാത്ത ചെറിയ കുട്ടികളാ? നിങ്ങൾ നിങ്ങളുടെ ചിന്തയും. അവിടെ എന്താ നടക്കുന്നതെന്ന് ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ? ഇങ്ങനെ ഇടയ്ക്ക് ഫോൺ ചെയ്യാനാണെങ്കിൽ എന്തിനാ വസുനെ അയച്ചേ? അവിടൊപ്പം നിങ്ങൾക്ക് പോയിക്കൂടായിരുന്നോ? അങ്ങനെയല്ല സുശീല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾക്ക് ഇത്ര നേരം സമാധാനായിട്ടിരിക്കാമോ? അവിടെ എന്താ നടക്കുന്നതെന്ന് എല്ലാം അറിഞ്ഞ പോലെയാണല്ലോ നിന്റെ സംസാരം. അതിനെന്താ, നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് അഭിമോനും ആ ബോബിയും കാത്തു നിൽക്കുന്നുണ്ടാവില്ലേ? നിങ്ങൾക്ക് പകരം വസു ചെല്ലുമ്പോ അഭിമോൻ ശരിക്കും അത്ഭുതപ്പെടും. വസുവിന്റെ സ്കൂട്ടർ എടുത്തോണ്ട് ബോബി ഉടനെ വീട്ടിലേക്ക് പോകും. നമ്മുടെ മോളും മരുമോനും നഴ്സറിയിലേക്ക് പോകും. ഇതല്ലേ നടക്കാൻ പോകുന്നേ? എന്താ പറയുന്നേ? ബോബി അവരുടെ കൂടെ പോവില്ലേ? ഈ സ്വർഗത്തിലെ കട്ടുറുമ്പിനെന്താ കാര്യം? എന്താ നീ അങ്ങനെ പറഞ്ഞേ? ബോബിയെയും കൂടി നീ നിന്റെ പ്ലാനിലേക്ക് ചേർത്തോ? പിന്നല്ലാതെ. എപ്പോഴും അയാള് നമ്മുടെ മരുമോന്റെ കൂടെ കാണും. വസു ഉള്ളപ്പോ കൂടെ എന്തിനാന്നേ? മോടെ സ്കൂട്ടി എടുത്ത് വീട്ടിലേക്ക് പോയിക്കോട്ടെ. നീ സാധാരണക്കാരി അല്ല സുശീല. അല്ല, ഇതൊക്കെ എന്തിനാ നീ ചെയ്യുന്നത്? എന്തൊരു ചോദ്യായത്? കാര്യം ഞാൻ പറഞ്ഞില്ലേ, കല്യാണത്തിന് മുമ്പേ അവർ രണ്ടാളും മനസ്സുകൊണ്ടൊന്നാവണം.